Hi friends, Poco X3 launch ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫോൺ കുറച്ചധികം നല്ലതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ്. ഗ്ലോബൽ ലോഞ്ചിന് ശേഷം ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ചധികം വ്യത്യാസങ്ങളുമായിട്ട് നല്ല പവർഫുൾ ആയ ഒരു ഫോണായിട്ട് വന്ന് ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നേരെ വീഡിയോ. ഹായ്, അപ്പോൾ Poco X3 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്താണ് Poco X3യിൽ ഇത്ര ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്? എന്തായാലും ഈ ഫോൺ 20,000 താഴെ തന്നെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ഫോണുകൾ Realme 6 Proയോ അല്ലെങ്കിൽ Realme 7 Proയോ Poco X2 ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് ഈ ഒരു ഫോൺ വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്? ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ മാക്സിമം സെറ്റപ്പ് തന്നെയാണ് ഉള്ളത്. മുമ്പത്തെ പോലെ തന്നെയാണ്. ഇവിടേക്ക് വരുമ്പോൾ 120 Hz റീഫ്രഷ് റേറ്റുള്ള ഒരു 6.67 ഇഞ്ച് വരുന്നൊരു വലിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലുള്ളത്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ LCD തന്നെയാണ്, AMOLED ഒന്നും കൊടുക്കുന്നില്ല. ബട്ട് LCD 120 Hz റീഫ്രഷ് റേറ്റിൻ്റെ ഒപ്പം 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. സോ നല്ല ഇംപ്രസീവ് ആയൊരു AMOLED ഇല്ല എന്നുള്ള ഒറ്റ കാര്യം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി ഡിസ്പ്ലേ സെറ്റപ്പാണ്. HDR10 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. വൈഡ് വൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ്. റിയർ സൈഡ് ഡിസൈനൊക്കെ നമ്മൾ Poco X3 ഗ്ലോബൽ ലോഞ്ച് കണ്ടതാണ്. അപ്പോൾ ആ ഒരു സംഗതി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേറെ കാര്യമായ ചേഞ്ച് ഒന്നും ഇതിനകത്ത് വരുത്തിയിട്ടില്ല. സോ ഇതാണ് Poco X3യുടെ ഡിസ്പ്ലേയും ഡിസൈനൊക്കെ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ്. പിന്നെ ഇതിനകത്ത് IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, Type-C പോർട്ട് ഉണ്ട്. അങ്ങനെ ഓവറോൾ നമ്മൾ നോർമലി കാണുന്ന എല്ലാ സംഗതികളും ഇതിനകത്ത്, ഷവമി ഫോണുകളിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസിനകത്ത് നോക്കിയാൽ എന്താണ് വ്യത്യാസം? സ്നാപ്ഡ്രാഗൺ 732 എന്ന പ്രോസറാണ്. ഈ ഒരു പ്രോസറിലേക്ക് വരുമ്പോൾ 730 ബെറ്റർ ആണോ, 720G ബെറ്റർ ആണോ എന്ന് ചിന്തിക്കുന്നവർക്ക് യെസ്, അതിനേക്കാൾ കുറച്ച് ബെറ്റർ ആണ്. എന്ന് വെച്ചാൽ ഈ 732G വരുമ്പോൾ ഇതിനകത്തുള്ള ഒരു കോറുകൾ എന്ന് പറയുന്നത് ക്രയോ ഗോൾഡ്, അവരുടെ കോൾകോമിൻ്റെ ക്രയോ ഗോൾഡ് 470 ആണ്. മറ്റേ 720G അത് 465. സോ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയ ഒരു പ്രോസറാണ് 732 എന്ന് പറയുന്നത്. 720 കുറച്ചുകൂടി ബെറ്റർ ആണ്. ഒരു വലിയ മാർജിനൽ ഡിഫറൻസ് ഒന്നും നോക്കണ്ട. എന്നാലും കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് ചോദിച്ചാൽ ബെറ്റർ ആണെന്ന് തന്നെ പറയണം. ഓവറോൾ ഇതിൻ്റെ സ്കോറുകളെല്ലാം തന്നെ 720 730 ബെറ്റർ ആയ ബെഞ്ച്മാർക്ക് സ്കോറുകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുക. സോ സ്ലൈറ്റ്ലി ബെറ്റർ ആയ ഒരു പ്രൊസറാണ് ഇതിനകത്ത് വരുന്ന സ്നാപ്ഡ്രാഗൺ 732G. LPDDR4X റാമും കാര്യങ്ങളുണ്ട്. UFS 2.1 സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 6GB റാം 64GB സ്റ്റോറേജ് ഉണ്ട്, 6GB റാം 128GB സ്റ്റോറേജ് ഉണ്ട്, 8GB റാം 128GB സ്റ്റോറേജ് ഉണ്ട്. ഇങ്ങനെ 3 റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടൊന്നും വരുന്നില്ല. ഹൈബ്രിഡ് സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ 1 സിമ്മും മെമ്മറി കാർഡും ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 64 MP സോണി IMX682 സെൻസർ തന്നെയാണ്. സോ ബെസ്റ്റ് സെൻസറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറയുടെ മറ്റ് കാര്യങ്ങൾ നോക്കിയാൽ വൈഡ് ആംഗിൾ ക്യാമറ 13 MP ആണ്. പിന്നെ ഡെപ്ത് സെൻസറും മൈക്രോ സെൻസറും ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറ. ഓക്കെ, ഒരു ഡീസൻ്റ് ആയ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. Poco X2 ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയായിരുന്നു. ഇവിടെ വരുമ്പോഴും ഒരു ഇംപ്രസീവായ സ്പെക്ക് തന്നെയാണ് നമുക്ക് ക്യാമറയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ റിയൽ ലൈഫ് ക്വാളിറ്റി തീർച്ചയായിട്ടും ക്യാമറ റിവ്യൂ കണ്ട് തന്നെ മനസ്സിലാക്കുക. 682 സെൻസർ ഉണ്ടായതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും സംഭവിക്കണമെന്നില്ല. കാരണം അതിൻ്റെ എക്സ്പോഷർ കൺട്രോളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ സോഫ്റ്റ്വെയർ സൈഡിൽ ഒപ്റ്റിമൈസ് ചെയ്താൽ തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. സോ റിയൽ വേൾഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ട് നോക്കിയിട്ട് അതിൻ്റെ ക്യാമറയെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒരു നിഗമനത്തിലെത്തുക. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 6000 mAh ബാറ്ററിയാണ്. സോ ഒരു ഇംപ്രസീവായ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. 33 എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ട 33 അല്ലെന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഇംപ്രൂവ്ഡ് ആയ സെറ്റപ്പുമായിട്ടാണ് ഇത് വരുന്നത്. സോ കുറെ കൂടി ബെറ്റർ ആയ ഏകദേശം ഒരു 20-26% ഇംപ്രൂവ്ഡ് ആണ് ഇതെന്നാണ് പറയുന്നത്. സോ അതിനേക്കാൾ മുമ്പുണ്ടായിരുന്ന 33 കുറെ കൂടി ഫാസ്റ്റ് ആയിട്ട് ചാർജ് കയറുന്ന ഒരു 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൻ്റെ ഒപ്പം വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ചാർജർ ബോക്സിൽ തന്നെ കിട്ടും. സോ ഒരു നല്ല ബാറ്ററി ചാർജിങ് സംവിധാനവും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം, Realme 7 Pro 20,000 ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫോണുമായിട്ട് അത് കോമ്പീറ്റ് ചെയ്യും. തീർച്ചയായിട്ടും കോമ്പീറ്റ് ചെയ്യും, പക്ഷേ വേറെ ലെവലിലാണെന്ന് മാത്രം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6GB റാം 64GB സ്റ്റോറേജിന് 17,000 രൂപയാണ്. 6GB റാം 128GB സ്റ്റോറേജിന് 18,500 ആണ്. 8GB റാം 128GB സ്റ്റോറേജിന് 19,999, 20,000 രൂപയാണ് വരുന്നത്. ഫ്ലിപ്കാർട്ടിലാണ് ഇതിൻ്റെ സെയിലൊക്കെ നടക്കുക. 29-ാം തീയതി 12 മണിക്കാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ സൈഡ് മൗണ്ടഡ് തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല. അപ്പോൾ ഓവറോൾ നമുക്ക് Poco X2 നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ചില ഭാഗങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ ഫൈനലി നമ്മൾ വന്നു കഴിഞ്ഞാൽ Poco X3 തീർച്ചയായിട്ടും ഒരു നല്ല ഡിവൈസ് ആണ്. ഓക്കെ, നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. ബട്ട് Realme 7 Pro ഒരുപാട് പേരും ചിന്തിക്കുന്നത് 20,000 രൂപ റേഞ്ചിൽ ഇറങ്ങിയിരിക്കുന്ന Realme 7 Proയുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ ആവാൻ സാധ്യതയുള്ള ഫോണാണ് Poco X3 എന്നാണ്. 20,000 രൂപയ്ക്ക് Poco X3 8GB റാം 128GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. സോ ഉറപ്പായിട്ടും കുറച്ച് ബെറ്റർ അല്ലേ എന്ന് ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കാം. എങ്കിലും ഞാനിവിടെ കൃത്യമായിട്ടുള്ള അതിൻ്റെ വ്യത്യാസങ്ങളൊന്ന് പറയാം. Poco X3 വരുമ്പോൾ
നമുക്ക് കൂടിയ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റും ടച്ച് സാമ്പിളിംഗ് റേറ്റും 6000 mAh കൂടിയ ബാറ്ററിയും കിട്ടുന്നുണ്ട്. 732 എന്ന് പറയുന്ന പ്രോസസ്സർ കുറച്ച് ബെറ്റർ ആയ പെർഫോമൻസ്, സ്ലൈറ്റ് ബെറ്റർ ആയ പെർഫോമൻസും തരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാം വേണമെങ്കിൽ Realme 7 Proയേക്കാൾ ബെറ്റർ ആയിട്ട് കരുതാം. പക്ഷേ Realme 7 Pro എന്തൊക്കെ കാര്യങ്ങളിൽ ബെറ്റർ ആവണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ Realme 7 Proയിൽ നമുക്ക് 65 വാട്ടിന്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി അതിന് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. 2 സിമ്മും മെമ്മറി കാർഡ് വിടാം. പക്ഷേ Poco X3 നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ 1 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് Realme 7 Proയുടെ വെയിറ്റ് ആൻഡ് തിക്നെസ് ആണ്. 8.7 mm ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. വെയിറ്റ് 182 gram ആണ്. കോമ്പാക്റ്റ് ആണ്, അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഡിവൈസ് ആണ്. പക്ഷേ Poco X3 വന്നു കഴിഞ്ഞാൽ 10.08 mm അല്ലെങ്കിൽ 10 mm എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. 10 mm ആണ് ഇതിന്റെ തിക്നെസ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് 7000 mAh ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന സാംസങ്ങിന്റെ Galaxy M51 വരെ 9.3 mm അല്ലെങ്കിൽ 9.5 mm ആണ് മാക്സിമം തിക്നെസ് വരുന്നത്. അതേസമയം Poco X3 നമുക്ക് 10.08 ആണ്, 10.08 ആണ് തിക്നെസ് വരുന്നത്. സോ നല്ല തിക്കായ ഒരു ഫോണായിരിക്കും. വെയിറ്റ് ആണെങ്കിൽ പോക്കോയുടെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ X3ലേക്ക് വരുമ്പോൾ 225 gram ആണ് വെയിറ്റ് വരുന്നത്. അതേസമയം റിയൽമിയിൽ 182 gram വെയിറ്റ് ഉള്ളൂ. സോ അത് Realme 7 Pro എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആയ ഫോണാണ്. പോക്കോ ബൾക്കി ആയ നല്ല വെയിറ്റ് ഉള്ള ഫോണായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് മേജറായ ഡിഫറൻസ് ആയിട്ട് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ AMOLED ഡിസ്പ്ലേയും കൂടിയ ഫാസ്റ്റ് ചാർജിങ്ങും ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ലൈറ്റ് വെയിറ്റും സ്ലിമ്മുമായ Realme 7 Proയേക്കാൾ ആ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും Poco X3 ബെറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് Poco X3 ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും Poco X3 എടുക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്കിതിൽ ഏതാണ് ബെറ്റർ എന്ന് ഈ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം തീരുമാനിക്കാൻ. കൂട്ടത്തിൽ രണ്ടിൻ്റെയും ക്യാമറ റിവ്യൂ നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് എന്താണെന്നുള്ളത് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.